Hi students, welcome to GK class, Standard 6 GK, page 34. Okay, this spice is nice. Have you heard about spice? Spice ne kurichu ningal ellarum kettittundaയിരിക്കുമല്ലോ. Spices nu പറഞ്ഞാൽ എന്താണ്? A spice may be dried seed, fruit, root or bark or leaf of a plant. നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസ് ഒക്കെ തന്നെ കുറേ സ്പൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ടർമറിക്, അതുപോലെ സിനമൺ, ക്യുമിൻ സീഡ്സ്, ഇതെല്ലാം തന്നെ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്, അതുപോലെ തന്നെ സീഡോ റൂട്ടോ ബാർക്കോ ലീവ്സോ ഒക്കെ ആയിരിക്കും നമ്മൾ സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യുന്നത്. സ്പൈസസ് ആർ യൂസ്ഡ് ടു ഫ്ലേവർ ഫുഡ്. നമ്മുടെ ഫുഡ് ഫ്ലേവർ ചെയ്യാനായിട്ടാണ് നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യുന്നത്. So let us learn them in detail. Spices. They are also widely used in cosmetic industries. ഫുഡ് ഫ്ലേവർ ചെയ്യാൻ മാത്രമല്ല സ്പൈസസ് യൂസ് ചെയ്യുന്നത്, കോസ്മെറ്റിക് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെനി മെഡിസിൻസ് ആർ ഓൾസോ മെയ്ഡ് ഫ്രം സ്പൈസസ്. ഒരുപാട് മെഡിസിൻസ് സ്പൈസസിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട്. റീഡ് ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സ്പൈസസ്. ചൂസ് ഫ്രം ദ ബോക്സ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ സ്പൈസസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ആ ക്ലൂസ് വെച്ച് നിങ്ങൾ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, can you see this? Called the golden spice of life, used to flavor curries and to make skin creams. അതായത് ഗോൾഡൻ സ്പൈസ് ഓഫ് ലൈഫ് എന്നാണ് അറിയപ്പെടുന്നത്. യൂസ്ഡ് ടു ഫ്ലേവർ കറീസിലൊക്കെ ഫ്ലേവറായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിൻ ക്രീംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഫസ്റ്റ് വൺ ഈസ് ടർമറിക്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ടർമറിക്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ക്യാൻ യു സീ ദിസ്? ദ ബാർക്ക് ഓഫ് എ ട്രീ. അതായത് ഒരു ട്രീയുടെ ബാർക്കാണ്. ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ തൊലി എന്നൊക്കെ പറയാം. ദ ബാർക്ക് ഓഫ് എ ട്രീ ഈസ് യൂസ്ഡ് കോമൺലി ഇൻ ബേക്കിംഗ് ആൻഡ് മേക്കിംഗ് കറീസ് ആൻഡ് സ്വീറ്റ്സും കറീസിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്? സിനമൺ അല്ലേ? മലയാളത്തിൽ നമ്മൾ കറുവാപ്പട്ട എന്നൊക്കെ പറയും, സിനമൺ. ഓക്കെ, തേർഡ് വൺ, ഫൗണ്ട് ഇൻ എവരി ഇന്ത്യൻ കിച്ചൺ. It is a common ingredient of every curry and a rich source of iron. നമ്മൾ മിക്കവാറും എല്ലാ കറീസിലും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ അയണിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. ഈ സീഡ്സിന് പറയുന്ന പേരാണ് ക്യുമിൻ സീഡ്സ്, ജീരകം അല്ലേ? നെക്സ്റ്റ് വൺ ഈസ്, ക്യാൻ യു സീ ദിസ്? ദ കിങ് ഓഫ് സ്പൈസസ്. അതായത് സ്പൈസസിൻ്റെ രാജാവ്, ദ കിങ് ഓഫ് സ്പൈസസ്. ഇറ്റ് ഈസ് ആർട്സ് warmth and tang to food. It prevents boils, colds and coughs. അതായത് നമുക്ക് കോൾഡോ കഫോ ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കിങ് ഓഫ് സ്പൈസസ്. ഏതാണ്? ബ്ലാക്ക് പെപ്പർ. ഓക്കെ, നെക്സ്റ്റ് വൺ, അവൈലബിൾ ഇൻ ട്രീസ് വെറൈറ്റീസ് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്രൗൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫ്ലേവർ ഫുഡ് ആൻഡ് പിക്കിൾസ്. എന്താണത്? മസ്റ്റാർഡ് സീഡ്സ്. മസ്റ്റാർഡ് സീഡ്സ് എന്ന് പറഞ്ഞാൽ കടുക്. ഓക്കെ, ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് മോസ്റ്റ് എക്സ്പെൻസീവ് സ്പൈസ് ഇൻ ദ വേൾഡ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു കളർ ഫുഡ് ആൻഡ് ടു മേക്ക് പെർഫ്യൂംസ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പൈസാണ്. ഫുഡിനൊക്കെ കളർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ പെർഫ്യൂംസിലൊക്കെ യൂസ് ചെയ്യുന്നു. എന്താണത്? സഫ്രോൺ, കുങ്കുമം അല്ലേ? സെവൻത് വൺ, യൂസ്ഡ് ടു ഗാർണിഷ് സ്വീറ്റ് ഡിഷസ് ആൻഡ് ടു ഫ്ലേവർ കോൾഡ് ഡ്രിങ്ക്സ്, കോഫി ആൻഡ് ടീ. ഇറ്റ് ഹെൽപ്സ് ഇൻ ആസ്മ. എന്താണ്? അത് കാണുമ്പോഴേ അറിയാം. അതിൻ്റെ പേരാണ് കാർഡമം അല്ലേ? ഏലയ്ക്ക. നമ്മൾ സ്വീറ്റ്സൊക്കെ ഗാർണിഷ് ചെയ്യാനായിട്ടും
അതുപോലെ ഡ്രിങ്ക്സിലൊക്കെ ഫ്ലേവർ ചെയ്യാൻ കോഫി ടീയിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാർഡമം. ഓക്കെ. Next one is added to meats and curries to improve their flavor. It is release coughs and toothaches. ഏതാണത്? ക്ലോസ് ആണ്. ഓക്കെ. And the ninth one, it has a unique. Eighth one, ക്ലോസ് ആണ്. മീറ്റ്സ് ആൻഡ് കറീസ്. അതുപോലെ തന്നെ ടൂത്ത് ഏക്ക്, കഫ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലോവ്. നയൻത് വണ്ണാണ് ഇറ്റ് ഹാസ് എ യൂണിക് ഫ്ലേവർ ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ കറീസ്. ഇറ്റ് ഈസ് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് അയൺ. വാട്ട് ഈസ് ദിസ്? കൊറിയാണ്ടർ. ഓക്കെ. നിഗല്ല സീഡ്സ് ഓർ kalonji that are sprinkled on naans are also called onion seeds, though they have nothing to do with onions. അത് ആ ബോക്സിൽ കിടക്കുന്നതാണ്. നിങ്ങൾ സ്പൈസ് എന്താണെന്ന് പഠിച്ചിരിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് സ്പൈസസ് യൂസ് ചെയ്യുക അതിനെക്കുറിച്ച് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഈസ് അമേസിംഗ് ആനിമൽസ്. പേജ് 34. അമേസിംഗ് ആനിമൽസ്. ഓക്കെ. First one is an octopus does not have a skeleton. It can squeeze through a very small hole. അതായത് ഒക്ടോപ്പസിന് സ്കെലിറ്റൻ ഇല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരീരം അതിൻ്റെ ഇഷ്ടം പോലെ അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ചെറിയ ഹോളിലൂടെ വേണമെങ്കിലും അതിന് കയറാൻ പറ്റും. കാരണം ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്കെലിറ്റൻ. Okay, next one is sea otters often float on their back while eating. They sleep in this manner too. Okay. And third one is electric eel produces very strong jolts of electricity to stun its prey. അതായത് ഇലക്ട്രിക് ഈൽ എന്ന് കേൾക്കുമ്പോഴേ അറിയാം അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റൺ ഇറ്റ്സ് പ്രേ, അതായത് ഇതിൻ്റെ ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് എ ജോയ് ന്യൂ ബോൺ കങ്കാരു ഇസ് ജസ്റ്റ് 1 inch long and weighs less than a gram. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എ കോല likes to live on trees. It sleeps for about 16 hours a day. അതായത് ഒരു ദിവസം 16 മണിക്കൂർ ഉറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോള. ഓക്കെ. നെക്സ്റ്റ് ഈസ് സ്റ്റോൺ ഫിഷ്. ക്യാൻ യു സീ ദിസ്? വിച്ച് ലുക്സ് ലൈക്ക് എ റോക്ക്. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോയിസണസ് ഫിഷ് ഇൻ ദ വേൾഡ്. ലോകത്തിലേക്ക് ഏറ്റവും വിഷകരമായ ഒരു ഫിഷാണ് സ്റ്റോൺ ഫിഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രൂ ഓർ ഫോൾസ് ആണ്. അത് നിങ്ങൾക്ക് ഹോംവർക്കാണ്, നിങ്ങൾ തന്നെ ചെയ്യുക. അതുപോലെ അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അതും പഠിക്കേണ്ടതാണ്. അതിനകത്ത് സ്വോർഡ് ഫിഷിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വൈ എ സ്വോർഡ് ഫിഷ് ഈസ് ആൻ അമേസിംഗ് ആനിമൽ. ഇറ്റ് ഹാസ് എ ലോങ് ബിൽ ദാറ്റ് ലുക്സ് ലൈക്ക് എ സ്വോർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻജുർ and to catch its prey. Okay. Next is page 36. Idiom is a phrase. An idiom is a phrase the meaning of which different from the meaning of the individual words. Okay, an idiom is a phrase the meaning of which is different from the meaning of the individual words from which it is formed. Idioms are found, seen and heard everywhere. On the internet, in books, in films, in newspapers and magazines, in posters and advertisement. How well do you know your idioms? Match the idioms and meanings. Okay. First one, see red. See red. അതിന് ചേരുന്ന ആ ഇഡിയം അതിന് ചേരുന്ന മീനിങ് ആണ്
ടു ബി വെരി ആംഗ്രി. സി ആണ് എൻ്റെ ആൻസർ. അതുപോലെ തന്നെ സെക്കൻഡ് വൺ വർക്ക് ലൈക്ക് എ ഹോഴ്സ്. വർക്ക് ലൈക്ക് എ ഹോഴ്സ് അതിന് ചേരുന്ന മീനിങ് ജി ആണ്. വർക്ക് വെരി ഹാർഡ്. അതുപോലെ തന്നെ തേർഡ് വൺ ഹാവ് എ സെക്കൻഡ് തോട്ട്. അതിന് എഫ് ആണ് ആൻസർ. റീകൺസിഡർ എ ഡിസിഷൻ. അതുപോലെ ഫോർത്ത് വൺ മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ. ഫോർത്ത് വൺ മേക്ക് ആൻ എഫേർട്ട് ടു ഇംപ്രൂവ്. ഫിഫ്ത്ത് വൺ വൈൽഡ് ഗൂസ് ചേസ്. ഫിഫ്ത്ത് വണ്ണിൻ്റെ മാച്ചിങ് യൂസ്ലെസ് സെർച്ച്. ഓക്കെ. അതുപോലെ സിക്സ്ത് വൺ പുൾ യുവർ സോക്സ് അപ്പ്. പുൾ യുവർ സോക്സ് അപ്പ്. ടു ഗീവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു മൈനർ മാറ്റർ. ഓക്കെ. സെവൻത് വൺ ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാപ്പ്. സെവൻത് വണ്ണിൻ്റെ ആൻസർ ബി ആണ്. ദ എബിലിറ്റി ടു സ്പീക്ക് വെൽ. ഓക്കെ. അതുപോലെ തന്നെ അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ദ പോട്ട് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക്. ഇൻ 17th century England, all pots and kettles turned black over time because they were used over open fires. Today, this idiom means criticizing someone for a fault that one has herself or himself. Okay. അതാണ് ആ ഇഡിയം. ദ പോട്ട് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക്. അത് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് മീൻസ് ക്രിട്ടിസൈസിങ് സമ്മൺ ഫോർ എ ഫോൾട്ട് ദാറ്റ് വൺ ഹാസ് ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്. ഓക്കെ. അതിനകത്ത് ബി തന്നിട്ടുണ്ട്. ബി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഇഡിയം ഗിവൺ എബോ. ആ ബ്ലാങ്ക്സ് മേലിൽ തന്നിരിക്കുന്ന ആ സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാവുന്നേ. നിങ്ങൾ തന്നെ അത് ചെയ്യുക. ഓക്കെ. So these are all today's topic. You study well. We will meet in the next class. Thank you.